friends. Good morning. I hope you're all fine and safe. Today, we are going to discuss the third chapter in geography, that is human resource development in India. നിങ്ങൾക്ക് ചില പ്രവർത്തനങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണാം. The people, those who are engaged in different goods and services. Can you identify the goods and services that the people engaged? Let us see the different jobs and goods and services that we can find out from this picture. And different jobs such as police, farmer, teacher, engineer, doctor, scientist, a lot of jobs are there in our country. And what about the goods and services provided by these people? Some examples are given. Listen, police maintains laws and order. The farmer produces agriculture crops. The teacher teaches the future generation. Like on, we can easily identify and understand the goods and services provided by each people, those who are engaged in different jobs. And what is the most important thing that we can analyze from this? It is manpower. മനുഷ്യന്റെ അധ്വാന ശേഷിയാണ് അല്ലെങ്കിൽ അധ്വാന ശക്തിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. Manpower is an important factor in making available the above mentioned goods and services. So, human resource is essential for the progress of any country. അപ്പൊ മനുഷ്യനില്ലാതെ ഒന്നും സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓരോ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും മനുഷ്യന്റെ അധ്വാനം വളരെ വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സ്? വാട്ട് ഡു യു മീൻ ബൈ ഹ്യൂമൻ റിസോഴ്സ്? മനുഷ്യ വിഭവം ആരാണ്? മനുഷ്യൻ തന്നെയാണ്. What is human resource? It refers to people who have the manpower which can be utilized in the production sector. ഉൽപാദന മേഖലയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള മനുഷ്യരെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. The increase in production, the progress of a country can be accelerated only if the human resource is developed into the maximum. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ രാജ്യത്തിന്റെയും വളർച്ചയ്ക്ക് പിന്നിൽ ഈ മനുഷ്യന്റെ അധ്വാന ശേഷിയെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. That is what is called human resource development. മനുഷ്യന്റെ അധ്വാന ശേഷി നമ്മൾ എത്രത്തോളം വികസിപ്പിക്കുന്നുവോ പരിപോഷിപ്പിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായും അടുത്ത ചോദ്യം ഉണ്ടാവും, what is human resource development? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, HRD എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് മാൻസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ എബിലിറ്റീസ്. ഹൗ? ഇറ്റ് ഈസ് ത്രൂ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ട്രെയിനിങ്. അതിനെ വികസിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. So now we understood what is human resource and what is human resource development and how human development is possible. Human resource development is possible through education, health care, and training. Now we are going to discuss an important factor, that is human resource development at different levels. Different levels of human resource development. ഒന്നാമത്തെ നമുക്കറിയാം, ഇൻഡിവിജ്വൽ എഫേർട്ട്. ഒരു വ്യക്തി അവന്റെ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സ്വയം അവൻ തന്നെ പരിശീലിക്കും. ഏതൊരു കാര്യത്തിലേക്ക് അവൻ തുടർച്ചയായി, ഇപ്പൊ ഒരു ഓട്ട മത്സരത്തിന് പോകുന്ന ഒരു കുട്ടി കൃത്യമായി അവൻ രാവിലെ ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവനൊരു ശേഷി നേടിയെടുക്കുന്നത്. ഇൻഡിവിജ്വൽ എഫേർട്ട് അല്ലേ? രണ്ടാമത് ഫാമിലി സപ്പോർട്ട്. The family support also another important levels which gives several opportunities to develop his own abilities. ഓരോ മനുഷ്യന്റെയും. മൂന്നാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെസിലിറ്റീസ്. നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണ്? നിങ്ങൾ പഠനം മാത്രമാണോ? ഇല്ല. ഇറ്റ് ഈസ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് എ ഹ്യൂമൻ ബീയിങ് ഓർ ആൻ ഇൻഡിവിജ്വൽ ഓർ എ സ്റ്റുഡന്റ്. ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളെയും പരിപോഷിപ്പിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് വിദ്യാഭ്യാസ സ്ഥാപനം. ഇത് നാഷണൽ ഫെസിലിറ്റീസ്. രാജ്യത്തിലെ പല സ്ഥാപനങ്ങളിലൂടെ അവരുടെ പല പദ്ധതികളിലൂടെ ഒത്തിരിയധികം അവസരങ്ങളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ 4 ലെവൽസ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ എഫോർട്ട് ആൻഡ് ഫാമിലി സപ്പോർട്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെസിലിറ്റീസ് ആൻഡ് നാഷൻ പ്രൊവൈഡ്സ് സോ മെനി ഫെസിലിറ്റീസ് ടു എൻറിച്ച് ദ abilities and efficiency of the individuals or the youth or the human beings. Human resource development in different levels. I hope you understood. Now we are going to the features of human resource development. എന്താണ് ഈ മാനവ വിഭവശേഷി വികസനത്തിന്റെ അല്ലെങ്കിൽ വിഭവത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ? 2 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമുക്ക് ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സിനുള്ളത്. ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. നമുക്ക് ഗണപരമായിട്ടുള്ള, ഗണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്പർ, എണ്ണം, എത്ര പോപ്പുലേഷൻ ഉണ്ട്, അതിന്റെ പ്രത്യേകതകൾ, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്. അതിൽ നമുക്ക് കാണാം ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, സൈസ് ഓഫ് പോപ്പുലേഷൻ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ. ഇങ്ങനെ ഗണപരമായിട്ടുള്ള നമ്പറിനെ കാണിക്കുന്ന അല്ലെങ്കിൽ പോപ്പുലേഷന്റെ പ്രത്യേകതകളെ കാണിക്കുന്ന ആദ്യത്തെ ഒന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വാളിറ്റേറ്റീവ് ആണ്, ഗുണപരമായിട്ടുള്ളതാണ്. Then how can we develop these quantitative aspects of human resource? ഇത്തരത്തിലുള്ള ജനസംഖ്യയിൽ ജനങ്ങളെ എങ്ങനെ നമുക്ക് എൻറിച്ച് ചെയ്യാൻ സാധിക്കും, എങ്ങനെ അവരുടെ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും? ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും വഴി നമുക്കിത് സാധിക്കും എന്ന് വളരെ വ്യക്തമാണ്. Now let us go through a detailed picture of these qualitative and quantitative aspects of human resources. I hope the qualitative and quantitative features of population are clear from the given chart. Let us analyze the quantitative aspects one by one. The first one, the size of population. The size of population refers to the total number of people residing in a country at a particular time. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെയാണ് ആ രാജ്യത്തെ ജനസംഖ്യ വലിപ്പം എന്ന് നമ്മൾ പറയുന്നത്. The branch of social science that analyzes the population, the changes in its size, its structural aspects, is known as demography. ജനസംഖ്യ, അതിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം, ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. Every country collects information on the number of people in the country, their age, sex, socio-economic status, and analyze these at specific intervals of time. This activity is known as population census. ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായം, ലിംഗം, സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യാറുണ്ട്. ഇതിനെ ജനസംഖ്യാ കണക്കെടുപ്പ്, പോപ്പുലേഷൻ സെൻസസ് എന്നാണ് അറിയപ്പെടുന്നത്. In India, census activities are spearheaded by the Office of the Population Registrar General and Census Commissioner. പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫീസാണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. In India, population census is conducted once in 10 years. The last census was conducted in 2011, and information related to the population were collected as on 1st March 2011. According to this census, there are 121.02 crore people in India. Out of this, 58.65 crores are females and 62.37 crores are males. ഇന്ത്യയിൽ 10 വർഷത്തിലൊരിക്കലാണ് ജനസംഖ്യാ കണക്കെടുപ്പെന്ന് നമുക്ക് മനസ്സിലായി. അവസാനമായി 2011 മാർച്ച് മാസം 1-ാം തീയതിയെ അടിസ്ഥാനമാക്കിയാണ് ജനസംഖ്യാ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചത്. അതിൻ പ്രകാരം 121.02 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 58.65% കോടി സ്ത്രീകളും 62.37% കോടി പുരുഷന്മാരുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Why are population studies conducted? എന്തിനാണ് നമ്മൾ ഈ ജനസംഖ്യാ പഠനം നടത്തുന്നത്? Let us analyze. Population studies help the government to quantitatively assess the different needs of the people. ജനസംഖ്യാ പഠനം നടത്തുന്നത് വഴി ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് സർക്കാരിന് നിശ്ചയിക്കാൻ സാധിക്കും. ആൻഡ് ടു പ്ലാൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് അക്കോർഡിംഗ്ലി, അതിനനുസരിച്ചുള്ള പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുന്നു.
And to know the availability of human resource in a country, രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയാൻ സാധിക്കും. And to depict the extent of basic facilities required by the people, ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. And to quantify the goods and services required, ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്താൻ സാധിക്കും. And to determine the socio-economic development policies, സാമ്പത്തിക സാമൂഹ്യ വികസന നയങ്ങൾ രൂപീകരിക്കാനും സാധിക്കും. Now let us compare world population with the world land area and the contribution of human resource by India and China to the world. According to the United Nations Organization Report 2014, the world population is 724.4 crores. 1 in 6% of the world population is an Indian. 17.5% of the world population is in India. China ranks first in position with 19.4% and India ranks second. In terms of land area, India ranks 7th with only 2.4%. ഐക്യരാഷ്ട്രസഭയുടെ 2014 റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ 724.4 കോടിയാണ്. ലോക ജനസംഖ്യയിൽ 6ൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. ലോക ജനസംഖ്യയുടെ 17.5% ഇന്ത്യയിലാണ്. 19.4% ജനസംഖ്യയുള്ള ചൈന 1ാം സ്ഥാനത്തും ഇന്ത്യ 2ാം സ്ഥാനത്തുമാണ്. ലോകരാജ്യങ്ങളുടെ സ്ഥലവിസ്തൃതിയിലാണെങ്കിലോ താരതമ്യം ചെയ്താൽ നമുക്ക് 2.4% മാത്രമുള്ള ഇന്ത്യ 7ാം സ്ഥാനത്താണ്. And India and China can play a major role in making human resource available. It has been proved by the experience of countries like the USA, Japan and China that a nation can attain high economic development through better human resource development. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിൽ ഇന്ത്യയും ചൈനയ്ക്കും പ്രധാന പങ്ക് വഹിക്കാനാകും. മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൽ മികച്ച നേട്ടം കൈവരിച്ച രാജ്യങ്ങൾക്ക് ഉയർന്ന സാമ്പത്തിക വികസനം നേടാൻ കഴിഞ്ഞുവെന്ന് USA, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ അനുഭവങ്ങൾ തെളിയിക്കുകയാണ്. Now let us discuss the another aspects of population, that is density of population. As we all know, inhabitation is not same everywhere in India. We have already understood the factors that influence population. Density of population refers to the number of people per square kilometer area. This differs in various states in India. ഇന്ത്യയിൽ ജനവാസം എല്ലായിടത്തും ഒരുപോലെ അല്ല. ജനവാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മുൻ പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ് ജനസാന്ദ്രത. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനസാന്ദ്രത വ്യത്യസ്തമാണെന്ന് നമുക്ക് ഇന്ത്യയിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ചാർട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. Population growth refers to the increase in the number of people in an area growth within a specific period of time. Population growth refers to the increase in the number of people in an area within a specific period of year as compared to the previous year in terms of population growth rate. And the increase in population in the current year as compared to the previous year is called population growth rate. ശതമാന കണക്കിലാണ് ഒരു പ്രദേശത്തെ ജനസംഖ്യ സൂചിപ്പിക്കുന്നത്. നിശ്ചിത കാലയളവിൽ മുൻ വർഷത്തെ ജനസംഖ്യ എത്ര ശതമാനം വർദ്ധിച്ചു ശതമാന കണക്കിൽ വളർച്ചാ നിരക്ക് സൂചിപ്പിക്കുന്നത്. ജനസംഖ്യ മുൻ വർഷത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് എത്ര ശതമാനം വർദ്ധിച്ചു എന്നതാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക്. Let us examine and answer the questions population growth rate in India. There are 3 questions following. You can easily analyze this table and answer the questions that follows. Population growth.
There are three question number questions two. following. From which year the table. onwards is there a decrease Which in decade population has growth rate? marked the maximum population growth? And question number The question three. number two. How much From which decrease year did the onwards population is growth there a rate decrease in record population in the growth decade rate? 2001 to 2011? And question number three. You How can much answer decrease easily did the and population write it growth in your rate notebook. Record in the It can be decade seen that 2001 India's to population growth 2011 rate has been declining since you can answer 1971. and write it in your notebook. Dear It students, can be seen that the birth India's rate, population death growth rate, rate has been migration are the declining factors since that affect the population of a 1971. country. ഒരു രാജ്യത്തിന്റെ students, ജനസംഖ്യയിൽ birth മാറ്റം വരുത്തുന്ന rate, ഘടകങ്ങളാണ് death rate, ജനനനിരക്കും migration are the മരണനിരക്കും factors that affect the കുടിയേറ്റവും. population of a country. Let us understand ഒരു what it രാജ്യത്തിന്റെ is. ജനസംഖ്യയിൽ What is മാറ്റം birth വരുത്തുന്ന rate? ഘടകങ്ങളാണ് Birth rate is the ജനനനിരക്കും number of live births മരണനിരക്കും per കുടിയേറ്റവും. 1000. ആകെ Let us ജനസംഖ്യയിൽ understand what it 1000 is. പേർക്ക് എത്ര What is കുഞ്ഞുങ്ങൾ birth rate? ജീവനോടെ ജനിക്കുന്നു Birth rate is the എന്നതാണ് number of ജനനനിരക്ക്. live births What per about death rate? 1000? Death ആകെ rate is the ജനസംഖ്യയിൽ number of deaths per 1000 പേർക്ക് 1000. എത്ര കുഞ്ഞുങ്ങൾ ആകെ ജീവനോടെ ജനസംഖ്യയിൽ ജനിക്കുന്നു 1000 എന്നതാണ് പേരിൽ ജനനനിരക്ക്. എത്ര മരണങ്ങൾ What about death നടക്കുന്നു rate? എന്നതാണ് മരണനിരക്ക്. Death rate is the number But of migration, deaths per 1000. migration is the ആകെ settlement of people ജനസംഖ്യയിൽ of a 1000 region പേരിൽ in another എത്ര region. മരണങ്ങൾ ഒരു നടക്കുന്നു പ്രദേശത്ത് എന്നതാണ് നിന്നും മരണനിരക്ക്. ജനങ്ങൾ മറ്റൊരു But പ്രദേശത്തേക്ക് migration, താമസം migration is the മാറ്റുന്നതാണ് settlement of people of a region in another region. You ഒരു observe the പ്രദേശത്ത് chart നിന്നും ജനങ്ങൾ given മറ്റൊരു പ്രദേശത്തേക്ക് and understand താമസം how birth മാറ്റുന്നതാണ് rate, death rate കുടിയേറ്റം. and migration You influence the observe the population chart of a country. given When and birth understand rate how increases, birth death rate rate decreases, decreases, what and happens? migration Population increases. influence the population When of a birth country. rate decreases, death When rate birth rate increases, increases, death then rate what decreases, happens? what Population happens? declines. Population increases. Birth rate and When birth death rate rate decreases, are equal, death rate no increases, change in population. then what happens? Population And declines. whenever migration takes place, Birth rate and population death rate are increases equal. in one region, No change but in decreases population. in another region. And whenever That we migration can takes easily place, identify population from the increases in one chart. region but decreases in The students, another region. Next, we are moving That to we can another easily important identify quantitative aspects from of the population, that is chart. population structure. Dear students, Classification next of population we are into moving different to another age important groups, quantitative aspects of population, labor that is force, population Dependent structure. groups and the The ratio of classification each of group is population into called different population age structure. groups. The classification labor is force, done in age dependent groups like groups, 0 and the to ratio 14 of years, each group is 15 to called 59 years, population and structure. 60 and above years. The classification is done ജനസംഖ്യയെ in age വിവിധ groups പ്രായക്കാരുടെ like 0 to 14 years, 15 to 59 years, ഓരോ and 60 and above years. ആനുപാതികമായി വിശേഷിപ്പിക്കുന്നതാണ് ജനസംഖ്യയെ വിവിധ ജനസംഖ്യാ ഘടന പ്രായക്കാരുടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളായി പ്രായഘടന തിരിച്ച് എന്ന് പറയുന്നു. ആകെ ജനസംഖ്യയിൽ 0 മുതൽ 14 14 വയസ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പ്, 15 മുതൽ 59 ജനസംഖ്യാ ഘടന, 60 പ്രായഘടന എന്ന് പറയുന്നു. പ്രായമുള്ളവരുടെ ഗ്രൂപ്പ്, 0 മുതൽ 14 വയസ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പ്, വിശകലനം 15 മുതൽ 59 വയസ്സുള്ളവരുടെ You analyze ഗ്രൂപ്പ്, 60 the വയസ്സും age അതിന് structure മുകളിൽ distribution പ്രായമുള്ളവരുടെ chart ഗ്രൂപ്പ് എന്നിങ്ങനെ and തരംതിരിച്ച് answer the questions വിശകലനം that ചെയ്യുന്നു. follows. There are 3 questions that analyze follows the the chart and age answer structure in your distribution chart. notebook. Question And number answer 1. the questions What that percentage follows. of the total population There are belong 3 to the questions age that group of follows 0 the to chart 14 and years? answer in your Second question, notebook. what percentage of the Question total number 1. population belong What to the age percentage group of the total 60 years population and belong above? to the age group of And 0 third to one, 14 years? what percentage of the total Second question, population what belong to percentage the of the age total group of population 15 to belong to the age 59 group of years? 60 years and above? Dear students, And third one, what you what can percentage of the understand from total these population questions belong to the age when group you of answer 15 it, to you 59 can years? analyze and understand Dear the fact students, that there are 2 what groups you can exist. understand from these One questions? is the labor force When you answer participation it, group, you can and another analyze one, and the understand the dependent fact group. that there are 2 groups Now let us exist. understand One is the difference labor force between participation participation group rate and and another dependency one, rate. the dependent group. The labor force participation Now rate let us is the ratio understand of the population the difference in the age between group of 15 participation to rate 59 and the dependency who are rate. either employed or The actively labor force looking for participation jobs. rate is the This ratio age of group the has the population in the capability age to group of contribute 15 to to progress of the 59 nation. who are either The age employed group or 0 to actively 14 looking years for and jobs. 60 years This and age above group are has the included in the capability dependent to group. contribute to the Their progress of the proportion nation. in total population The age is known group as 0 to dependency 14 years ratio. and 60 This years group and depends on above the are working included force in of the the dependent country. group. Their proportion An increase in in the total dependency population ratio is known as decreases the per per capita capita income. income.
This group Many depends people on the in the age working group force of 15 the to country. 59 years do not have An a increase in job. the dependence ratio This decreases points the to the necessity of utilizing Many the human people in the resource age group 15 to aptly 59 for the years progress do of the not have country. a job. 15 വയസ്സിനും This points 59 to the വയസ്സിനും necessity ഇടയിൽ of പ്രായമുള്ളവരിൽ utilizing the തൊഴിലുള്ളവരും human resource തൊഴിലന്വേഷകരുമായവരുടെ aptly for the എണ്ണവും progress of the country. ആകെ ജനസംഖ്യയും തമ്മിലുള്ള 15 വയസ്സിനും അനുപാതമാണ് 59 തൊഴിൽ വയസ്സിനും പങ്കാളിത്ത ഇടയിൽ നിരക്ക്. പ്രായമുള്ളവരിൽ Labor force തൊഴിലുള്ളവരും participation rate. തൊഴിലന്വേഷകരുമായവരുടെ രാജ്യത്തിന്റെ എണ്ണവും പുരോഗതിക്ക് ആകെ ഗണ്യമായ ജനസംഖ്യയും സംഭാവന തമ്മിലുള്ള ചെയ്യാൻ അനുപാതമാണ് തൊഴിൽ ഈ പങ്കാളിത്ത വിഭാഗത്തിൽപ്പെടുന്നവർ. നിരക്ക്. Labor എന്നാൽ force participation 0 മുതൽ rate. 14 വയസ്സ് വരെയുള്ളവർ രാജ്യത്തിന്റെ 60 വയസ്സ് പുരോഗതിക്ക് മുതൽ ഗണ്യമായ സംഭാവന ചെയ്യാൻ അതിന് മുകളിലുള്ളവരാണ് ഈ ആശ്രയത്വ വിഭാഗത്തിൽപ്പെടുന്നു. എന്നാൽ ആകെ 0 മുതൽ 14 വയസ്സുള്ളവരും അനുപാതത്തെ 60 വയസ്സ് മുതൽ എന്ന് പറയുന്നു. അതിന് ഈ മുകളിലുള്ളവരും വിഭാഗം അധ്വാനശേഷിയുള്ള വിഭാഗത്തെ ആശ്രയിച്ച് ആകെ കഴിയുന്നവരാണ്. ജനസംഖ്യയിൽ ആശ്രയത്വ അനുപാതത്തെ നിരക്ക് ആശ്രയത്വ നിരക്ക് വരുമാനം. എന്ന് പറയുന്നു. ഈ വിഭാഗം അധ്വാനശേഷിയുള്ള വിഭാഗത്തെ 15 കഴിയുന്നവരാണ്. 59 വയസ്സ് ആശ്രയത്വ നിരക്ക് വർദ്ധിക്കുന്നത് കുറെ പേർ തൊഴിലില്ലാത്തവരായും തൊഴിലില്ലാത്തവരായും ഉണ്ട്. ഇത് മാനവ വിഭവശേഷി ശരിയായ 15 വയസ്സിനും വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് കുറെ പേർ വിരൽ ചൂണ്ടുന്നത്. തൊഴിലില്ലാത്തവരായും ഉണ്ട്. ഇത് Dear മാനവ students, വിഭവശേഷി the sex ശരിയായ ratio plays an രീതിയിൽ important വിനിയോഗിക്കേണ്ടതിന്റെ role in determining the human ആവശ്യകതയിലേക്കാണ് resource വിരൽ of a ചൂണ്ടുന്നത്. country. According to census Dear 2011, students, the the sex sex ratio ratio in India plays an is important role in 940. determining the human resource And sex of a ratio is country. the number of According to females census per 2011, males. the sex ratio in India ഒരു is രാജ്യത്തിന്റെ 940. മാനവ വിഭവശേഷി And sex നിർണ്ണയിക്കുന്നതിന് ratio ആ is the രാജ്യത്തെ number of സ്ത്രീ females പുരുഷ per അനുപാതം 1000 വിശകലനം males. ചെയ്യേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ മാനവ വിഭവശേഷി സ്ത്രീ പുരുഷ അനുപാതം ആ രാജ്യത്തെ സ്ത്രീ പുരുഷ അനുപാതം വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിലെ സ്ത്രീ പുരുഷ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നതാണ് സ്ത്രീ പുരുഷ അനുപാതം. 2011 we have discussed the quantitative ഇന്ത്യയിലെ aspects of the സ്ത്രീ പുരുഷ population in അനുപാതം detail. 940. What are your inferences? Yes. The students, 38% we have percentage of discussed the the population quantitative comes aspects of under the the population category in 0 to detail. 14 years What and are your 60 and above inferences? years, depending the Yes. labor force. 38% of the It will population affect the comes per under the capita income category 0 and to the 14 progress years of a country. and 60 and above years. What is the solution? Depending the labor force. Yes. The It will capability affect of the per the labor capita force income should be and the progress of a improved. country. What is How the can we solution? improve? That Yes. we are going to The discuss. capability of the labor force should be improved. Let's understand the qualitative aspects How can of we human improve resource that we are the going population to discuss. that can contribute to the manpower of the Let's nation? understand Is its the strength. qualitative aspects What are of the human qualitative resource factors that improve the the labor population potential that can contribute through to the education, manpower of the nation? healthcare, Is its training, strength and social capital? What are the qualitative factors that improve the അധ്വാനശേഷിയുള്ള labor ജനങ്ങളാണ് potential? ഒരു രാജ്യത്തിന്റെ Through കരുത്ത് നാം education, കണ്ടു കഴിഞ്ഞു. health care, ട്രെയിനിങ് ആൻഡ് സോഷ്യൽ എന്തെല്ലാം ഘടകങ്ങളിലൂടെയാണ് അവരുടെ അധ്വാനശേഷി ജനങ്ങളാണ് മെച്ചപ്പെടുത്തുന്ന രാജ്യത്തിന്റെ കരുത്ത് ഗുണപരം നാം കണ്ടു കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞു. ഘടകങ്ങൾ എന്തെല്ലാം വിദ്യാഭ്യാസം, ഘടകങ്ങളിലൂടെയാണ് ആരോഗ്യ പരിപാലനം, അവരുടെ പരിശീലനങ്ങൾ, അധ്വാനശീലങ്ങൾ സാമൂഹിക മെച്ചപ്പെടുത്തുന്ന മൂലധനം ഗുണപരമായിട്ടുള്ള ഘടകങ്ങൾ. Let's see the വിദ്യാഭ്യാസം, advantages in developing ആരോഗ്യ human പരിപാലനം, resource, പരിശീലനങ്ങൾ, മാനവ സാമൂഹിക വിഭവശേഷി മൂലധനം. മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ Let's ഉണ്ടെന്ന് see നോക്കാം. the advantages in Productivity developing of the human workers resource. increases. മാനവ തൊഴിലാളികളുടെ വിഭവശേഷി ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് വർദ്ധിക്കും. എന്തെല്ലാം പ്രയോജനങ്ങൾ Economic inequality is reduced. Productivity of the സാമ്പത്തിക workers അന്തരം increases. കുറയ്ക്കാൻ സാധിക്കും. തൊഴിലാളികളുടെ Natural resources ഉൽപ്പാദനക്ഷമത utilized വർദ്ധിക്കും. effectively. പ്രകൃതി Economic വിഭവങ്ങൾ inequality ഫലപ്രദമായി is വിനിയോഗിക്കാം. reduced. സാമ്പത്തിക Makes അന്തരം possible കുറയ്ക്കാൻ the സാധിക്കും. development and use Natural of advanced resources technology utilized effectively. മെച്ചപ്പെട്ട പ്രകൃതി സാങ്കേതിക വിഭവങ്ങൾ വിദ്യകളുടെ ഫലപ്രദമായി വിനിയോഗിക്കാം. വികസനവും ഉപയോഗവും Makes possible സാധ്യമാക്കാം. the development Social and welfare use of is advanced ensured. technology. സാമൂഹിക മെച്ചപ്പെട്ട ക്ഷേമം സാങ്കേതിക ഉറപ്പുവരുത്താം. വിദ്യകളുടെ And വികസനവും ഉപയോഗവും entrepreneurship സാധ്യമാക്കാം. improves. Social welfare സംരംഭകത്വം is മെച്ചപ്പെടുത്താൻ ensured. സാധിക്കും. സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താം. Now let's understand how improves each qualitative factor സംരംഭകത്വം improves മെച്ചപ്പെടുത്താൻ human resource. The first important factor, that is education. Now let's and understand human resource how development. each qualitative factor A mere improves increase in the human population resource will not lead The to first development important of a factor, country. that is It education requires and people human with resource potential development. and skills. A mere increase in the Education has a population major will not role lead in to molding development of a skilled country. people. It requires ജനസംഖ്യ people കൂടുതൽ with ഉണ്ടായതുകൊണ്ട് potential മാത്രം and രാജ്യത്ത് skills. വികസനം ഉണ്ടാകുന്നില്ല. Education has a major ശേഷിയും role in വൈദഗ്ധ്യവുമുള്ള molding ജനങ്ങൾ skilled ഉണ്ടാവണം. people. വൈദഗ്ധ്യമുള്ള ജനസംഖ്യ ജനങ്ങളെ കൂടുതൽ ഉണ്ടായതുകൊണ്ട് വാർത്തെടുക്കുന്നതിൽ മാത്രം വിദ്യാഭ്യാസത്തിന് രാജ്യത്ത് വികസനം ഉണ്ടാകുന്നില്ല. Now ശേഷിയും let us വൈദഗ്ധ്യവുമുള്ള see how ജനങ്ങൾ education ഉണ്ടാവണം. helps in വൈദഗ്ധ്യമുള്ള the ജനങ്ങളെ development of a വാർത്തെടുക്കുന്നതിൽ country. വിദ്യാഭ്യാസത്തിന് prepare a പ്രധാന flowchart പങ്കുണ്ട്.
Now let us see how education Now you helps understood in how the education development of a helps in the country. development of a You country. prepare a flow Education chart. Leads to improve the skills of individual Now you and understood how betters the education technological helps in know-how the development and of a helps to country. secure better job Education and income leads to improve and the improves skills the of standard of individual living. and betters the technological know-how Therefore, and helps experts to secure argue better that at job least and 6% income of the and national income improves must be the spent standard for of providing living. facilities in the education Therefore, sector. experts During the argue year that at least 2017-18, 6% of the government of national India income must be only spent for providing 3.7% facilities of the gross in the domestic education product, sector. GDP, During on the year education. 2017-18, Hence, the government of literacy India rate spent could not only be improved along the 3.7% of the expected gross domestic lines. product, GDP, You observe on the table. education. Hence, Literacy the literacy rate could not total be literacy improved along the expected 74.04. lines. You observe Out the of that, table. Female literacy rate, 65.46 total and literacy male 74.04. 82.14. Literacy Out rate of that, refers to the female percentage of population that can read and 65.46 write and male with comprehension. 82.14. Literacy rate refers to the percentage of population that can read and write with comprehension. Dear students, now let us see the projects implemented in India to develop education and skills. ICDS, Integrated Child Development Scheme, for ensuring integrated development of children up to 6 years and to provide health care for pregnant and lactating women. SSA, Sarva Shiksha Abhiyan, to ensure universal primary education to all, to improve educational facility, to ensure quality of education and for cluster trainings. Another project implemented in the educational sector, that is RMSA, Rashtriya Madhyamik Shiksha Abhiyan, to improve the educational facility in secondary education. Samagra Shiksha Abhiyan. This new project was formed by integrating Sarva Shiksha Abhiyan and Rashtriya Madhyamik Shiksha Abhiyan to ensure universal education to all up to higher secondary level, to ensure quality and equity, to promote the vocational education, and to strengthen the teacher training institutes like SERT and DIET. Next project, RUSA, Rashtriya Uchchadal Shiksha Abhiyan. It is to increase the access to higher education and to improve the quality of higher education. Another project, NSDMRS, National Skill Development and Monetary Reward Scheme. It is to improve the working skills of the youth and to ensure the availability of people with employable skills. You can complete this activity, which shows the different projects implemented by Government of India to develop education and skills. Dear students, apart from these projects, several programs are also initiated by our governments. There are institutions at various levels to provide education in a country. Schools, colleges, universities, technical education institutions, etc. among them. Our country has made education as a fundamental right and has passed Right to Education Act, RTE Act, in 2009. The Constitution ensures the goal of elementary education for all through RTE. Dear students, now we understood the initiatives and the programs and projects implemented by our government to develop education and skills. However, some problems or limitations that still exist in our country. Let us go through it. Certain sections
drop out from schools without completing primary education. And there is a lack of availability of basic facilities in the education sector. And the quality of education has to be improved. Economically and socially backward or denied education. The problems that still exist in the educational sector of India, which need to be solved. Dear students, now we are going to discuss and understand another important qualitative aspects of human resource, that is health care. What is health? According to the World Health Organization, health is a state of physical, mental, and social well-being. Along with the physical conditions, importance is given to mental and social conditions as well. It is the government's responsibility to ensure health care for all. Only then can each individual work for the economic development of a country. എന്താണ് ആരോഗ്യം? ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നു. ശാരീരിക അവസ്ഥയോടൊപ്പം മാനസിക സാമൂഹിക അവസ്ഥയ്ക്ക് കൂടി പ്രാധാന്യം നൽകുന്നു. എല്ലാവരുടെയും ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. എങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനായി ഓരോ വ്യക്തിക്കും പ്രവർത്തിക്കാനാവൂ. Now let us see how healthy persons can participate in the progress of a country. അങ്ങനെയാണെങ്കിൽ ആരോഗ്യമുള്ള വ്യക്തികൾ എങ്ങനെ രാജ്യപുരോഗതിയിൽ പങ്കാളികളാകുന്നു എന്ന് നമുക്ക് നോക്കാം. Production increases with the increase in efficiency and the number of working days. തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടും കാര്യക്ഷമത വർദ്ധിക്കുന്നത് കൊണ്ടും ഉൽപാദനം കൂടും. Natural resources can be utilized properly. പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കാനാവും. Medical expense can be reduced, thereby reducing the government's expenditure. ചികിത്സാ ചിലവുകൾ കുറയ്ക്കാനും അതുവഴി സർക്കാരിൻ്റെ സാമ്പത്തിക ചിലവ് കുറയ്ക്കാനും കഴിയും. Economic development is possible through increase in production. ഉൽപാദന വർധനവിലൂടെ സാമ്പത്തിക വികസനം സാധ്യമാകും. Now dear students, can you list the facilities to be ensured for better health care? Yes, availability of nutritious food, availability of clean water, preventive measures, cleanliness, medical facilities, ensuring of leisure and entertainment, then healthy environment. Various institutions operate to ensure the availability of the above mentioned facilities. The government has set up institutions that work at different levels in the medical sector. Let us go through it. They are medical colleges, district hospitals, community health centers, primary health centers, and health sub-centers. In addition to that, there are various hospitals in the cooperative and private sectors. Many multi-specialty hospitals operate to make available modern treatment facilities. There are several institutions which provide different systems of medicine like Ayurveda, Yoga, Naturopathy, Unani, Siddha, and Homeopathy. Then, National Rural Health Mission and National Urban Health Mission function to make available quality health services to all. The National Rural Health Mission operates in the rural sector. The National Urban Health Mission provides improved health services to the residents of urban slums and other marginalized people in towns with a population of more than 50,000. കൂടാതെ ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനും ദേശീയ നഗര ആരോഗ്യ മിഷനും പ്രവർത്തിക്കുന്നു. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്നു.
50,000-ത്തിലധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴിയും ലഭ്യമാക്കുന്നുണ്ട്. As a result of these programs and activities, the life expectancy in India has been improved. What is life expectancy? Life expectancy is the expected average years of life of a person lives. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ത്യയിലെ ആയുർദൈർഘ്യം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ആയുർദൈർഘ്യം? ശരാശരി എത്ര വയസ്സുവരെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നതാണ് ആയുർദൈർഘ്യം. Now let us observe the table which indicates the life expectancy according to the census 2011. Total life expectancy 66.1. Out of this, female 67.7 and male 64.6. Dear students, we implemented several programs and activities to improve the health sector in our country. But still some limitations that exist in the health sector. Let us see: poor quality, limited social intervention, low priority public sector, less access to medical facilities to poor, neglect of rural sector, difficulty to control epidemics, lack of sufficient nutritious food, lack of sufficient health care, unsolved pollution problems, increased treatment cost. Dear students, various resources are to be used properly for the economic development of a country. We have understood that human resource is as important as natural resources. When the natural resources are combined with the human efforts, there is an increase in production leading to economic development. Therefore, planned efforts are required in the education and health sectors to develop human resource. Only then can the quality and development of human resource be attained. പ്രിയ വിദ്യാർത്ഥികളെ, രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് വിവിധ വിഭവങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതുണ്ട്. പ്രകൃതി വിഭവങ്ങൾ പോലെ തന്നെ മനുഷ്യ വിഭവവും പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കിയല്ലോ. പ്രകൃതി വിഭവങ്ങളിൽ മനുഷ്യ അധ്വാനം കൂടി ചേരുമ്പോഴാണ് ഉൽപാദന വർധനവും അതുവഴി സാമ്പത്തിക വികസനവും സാധ്യമാവുക. അതുകൊണ്ട് മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ ആസൂത്രിതമായ ശ്രമങ്ങൾ ആവശ്യമാണ്. അതിലൂടെ മാത്രമേ മാനവ വിഭവത്തിൻ്റെ ലഭ്യതയും ഗുണമേന്മയും ഉറപ്പുവരുത്താനും വികസനം കൈവരിക്കാനും സാധിക്കുകയുള്ളൂ.